ലോകത്തിന്റെ സമാധാന അന്തരീക്ഷം മാറ്റിയെഴുതാൻ ലക്ഷ്യമിട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ അന്താരാഷ്ട്ര സംഘടന രൂപീകരിച്ചു. ബോർഡ് ഓഫ് പീസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും ഒപ്പിടൽ ചടങ്ങും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെയാണ് നടന്നത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനും ആഗോളതലത്തിൽ സമാധാനം കൊണ്ടുവരാനുമാണ് ഈ നീക്കമെന്നാണ് വൈറ്റ് ഹൌസിന്റെ ഔദ്യോഗിക വിശദീകരണം. സംഘടനയുടെ രൂപീകരണ ചടങ്ങിൽ ട്രംപിന്റെ അസാധാരണമായ ആധിപത്യമാണ് പ്രകടമായത്. ബോർഡ് ഓഫ് പീസിന്റെ സ്ഥിരം അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും. ഈ പദവിയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിലെ പ്രധാന തർക്കങ്ങളിൽ ഇടപെടാനും പരിഹാരം കാണാനുമാണ് ട്രംപിന്റെ നീക്കം. ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോർഡാണിത് എന്നാണ് രൂപീകരണ വേളയിൽ ട്രംപ് വിശേഷിപ്പിച്ചത്. ഗാസ മുനമ്പിലെ പുനർനിർമ്മാണവും അവിടുത്തെ ഭരണ സംവിധാനവും നിയന്ത്രിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രഥമ ലക്ഷ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധാനന്തര ഗസയിൽ സുസ്ഥിരമായ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സമിതിക്ക് കഴിയുമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഗാസയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു വിഭാഗം രാജ്യങ്ങൾ ഈ നീക്കത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികൾ സംഘടനയിൽ അംഗത്വം എടുക്കാൻ വിസമ്മതിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ അമേരിക്ക ഒഴികെയുള്ള സ്ഥിരം അംഗങ്ങളും G7 രാജ്യങ്ങളും ഈ പീസ് ബോർഡിൽ ചേർന്നിട്ടില്ല. ഇത് ട്രംപിന്റെ പുതിയ നീക്കത്തിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയായി വിലയിരുത്തപ്പെടുന്നു. ആകെ 60 രാജ്യങ്ങളെയാണ് ട്രംപ് സംഘടനയുടെ ഭാഗമാകാൻ ക്ഷണിച്ചിരുന്നത്. എന്നാൽ 19 രാജ്യങ്ങൾ മാത്രമാണ് ഇതുവരെ ചാർട്ടറിൽ ഒപ്പുവെക്കാൻ തയ്യാറായത്. പാകിസ്ഥാൻ, UAE, ഖത്തർ, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, അർജന്റീന, തുർക്കി തുടങ്ങിയവയാണ് ഈ പട്ടികയിലെ പ്രമുഖർ. ഹംഗറി, ബൾഗേറിയ പോലുള്ള ചുരുക്കം ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇതിലുണ്ട്. അംഗത്വമെടുക്കുന്ന രാജ്യങ്ങൾ നൽകേണ്ട വൻ തുകയെ ചൊല്ലിയാണ് ഇപ്പോൾ പ്രധാന വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. സംഘടനയിൽ സ്ഥിരം അംഗത്വം വേണമെങ്കിൽ $1 ബില്യൺ ഫണ്ട് നൽകണമെന്നാണ് റിപ്പോർട്ടുകൾ. അല്ലാത്തവർക്ക് 3 വർഷത്തെ താൽക്കാലിക അംഗത്വം മാത്രമേ ലഭിക്കൂ. ഈ നിബന്ധന പല രാജ്യങ്ങളെയും പിന്നോട്ട് വലിക്കുന്ന ഘടകമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നിലനിൽപ്പിന് തന്നെ ഈ പുതിയ സംഘടന വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയെ നോക്കുകുത്തിയാക്കി ഒരു സമാധാന ലോകക്രമം കെട്ടിപ്പടുക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നു. UN വൃത്തങ്ങളും ഇതിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ക്ഷണക്കത്ത് നിരസിച്ച ഫ്രാൻസിനെതിരെ ട്രംപ് പരസ്യമായി ഭീഷണിയുമായി രംഗത്തെത്തിയത് ദാവോസിനെ ഞെട്ടിച്ചു. ഫ്രഞ്ച് വെന്നിനും ഷാമ്പയിനും 20% ഇറക്കുമതി തീരുവ ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. സഖ്യകക്ഷിയായ രാജ്യത്തോട് ട്രംപ് സ്വീകരിച്ച ഈ കടുത്ത നിലപാട് വ്യാപാര യുദ്ധത്തിന് വഴിമരുന്നിടുമെന്ന് നിരീക്ഷകർ ഭയപ്പെടുന്നു. അതേസമയം ദാവോസിൽ വെച്ച ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിനെ കുറിച്ച് ട്രംപ് വീണ്ടും അവകാശവാദങ്ങൾ ഉന്നയിച്ചു. തന്റെ ഇടപെടൽ മൂലം കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനായെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ പ്രശംസിച്ചു എന്നും ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ഈ വാദങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞു. തർക്കങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് പരിഹരിക്കപ്പെട്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്. അംഗത്വം സ്വീകരിച്ച രാജ്യങ്ങളെ ട്രംപ് പ്രശംസിച്ചപ്പോൾ വിട്ടുനിന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത അതൃപ്തിയാണ് പ്രകടമായത്. ബോർഡ് ഓഫ് പീസ് രൂപീകൃതമായതോടെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇനി വലിയ പ്രസക്തിയില്ലെന്ന രീതിയിലുള്ള പരാമർശങ്ങളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഘടനയിൽ ചേരാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ട്രംപിന്റെ മരുമകൻ ജാരദ് കുഷ്നർ തുടങ്ങിയവരും ഈ സമിതിയിൽ നിർണായക പദവികൾ വഹിക്കുന്നുണ്ട്. ഇത് ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്ന വിമർശനം ശക്തമാണ്. ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ എന്നിവരുടെ സാന്നിധ്യവും സംഘടനയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ബോർഡിന് ഒരു അന്താരാഷ്ട്ര സ്വീകാര്യത നൽകാനാണെന്ന് കരുതപ്പെടുന്നുണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയനിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇതിനെ എതിർക്കുന്നു. സമാധാനത്തിന്റെ മറവിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ വിശ്വസിക്കുന്നു. ദാവോസിലെ ഈ നാടകീയമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ നീക്കവും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീഷണികളും പുതിയ സമാധാന ബോർഡിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. സമാധാനത്തിന് വേണ്ടിയുള്ള ഈ പുതിയ കൂട്ടായ്മ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം.